എല്ലാവർക്കും നമസ്കാരം. ലൂസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹേബൽ അൻവർ എന്ന് പറഞ്ഞ ഒരു അത്ഭുത ബാലനെ കുറിച്ചിട്ട് ഒരുപാട് മീഡിയകളും അതുപോലെ തന്നെ പല സ്കൂളുകളിൽ പ്രസംഗം നടത്തുന്നതും UA പോലെയുള്ള ചാനലുകളിൽ, അതായത് ദൈവാസ്തിത്വം തെളിയിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിയെ കൊണ്ടിരുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്, ഹേബൽ അൻവർ എന്ത് പ്രബന്ധമാണ് ഈ ഫിസിക്സിനകത്ത്, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ പ്രസക്തി, എങ്ങനെയാണ് ആ കുട്ടി ഒരു അത്ഭുത ബാലനായി മാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ UA ടീം ആസ് യൂഷ്വൽ ഈ കുട്ടിയെ കൊണ്ടിരുത്തിയിട്ട് ദൈവത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫിസിക്സ് ലോകത്ത്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുട്ടി, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ കൂടെ നിഷാദ് കൈപ്പള്ളി കൂടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വിശകലനമാണ്. സത്യത്തിൽ നമ്മൾ ഈ പരിപാടി ഇത് ചെയ്യണമോ വേണ്ടേ എന്ന് കുറച്ച് ഒരു 4-5 ദിവസമായിട്ട് തന്നെ ആലോചിക്കുകയാണ്. ഇത് വേണമോ വേണ്ടേ, ഒരു പയ്യനല്ലേ, ഒരു മൈനറാണ്, മാത്രമല്ല ഇവന് സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. ചിലയിടത്ത് 2ാം ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് 7th ഗ്രേഡ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ വിക്റ്റിമാക്കിയിട്ട് അവനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ആ കുട്ടിയുടെ അറിവില്ലായ്മയെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് അവഹേളനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള കുറേ വലിയൊരു സംഘർഷ അവസ്ഥയിലായിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ബിക്കോസ് അവൻ്റെ ആ പയ്യൻ്റെ വ്യഗ്രത, പഠിക്കാനും മനസ്സിലാക്കാനും ഫിസിക്സിലോടുള്ള താല്പര്യം, പ്രോബബ്ലി കുറച്ചൊക്കെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റൊക്കെ വായിക്കുകയും മിച്ചിയോ കാക്കുവിനെ പോലുള്ള തിയററ്റിക്കൽ ഫിസിക്സിൽ നിന്നും ഫിക്ഷനിലേക്ക് ട്രാൻസിഷൻ ചെയ്തിട്ടുള്ള കുറേ എഴുത്തുകാരുടെയൊക്കെ കണ്ടൻറ്റ്, പോപ്പുലർ ഫിസിക്സൊക്കെ വായിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. നമ്മളെല്ലാം ഈ പ്രായത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ തന്നെയും എവിടെയാണ് ഫാക്റ്റ് തുടങ്ങുന്നത്, ഫിക്ഷൻ എൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു വേർതിരിവില്ലാത്തൊരു പ്രായമാണ് ഈ 13-14 വയസ്സെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കുട്ടിയെ നമ്മൾ ഇത്രമാത്രം സ്ക്രൂട്ടനൈസ് ചെയ്യണമോ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. ഒന്നാമത് ഈ ബാലൻ്റെ ഒറിജിനൽ പ്രൊഫൈൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഈ പ്രൊഫൈലിൽ കാണിക്കുന്ന ടെക്സ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇതാണ് ആ ഒറിജിനൽ പ്രൊഫൈൽ. അതിൽ പറയുന്നത്, ഐ ആം ഹബൽ അൻവർ, ക്ലാസ് 8 സ്റ്റുഡൻറ്റ് അറ്റ് അൽ ഹർമൈൻ റിസീവിംഗ് ഇംഗ്ലീഷ് സ്കൂൾ. ഇതൊരു ഗൾഫിലുള്ള, ഐ തിങ്ക് UAയിലുള്ള ഒരു സ്കൂളാണ്. റീസെൻ്റ്ലി റിസീവ്ഡ് എ സ്കോളർഷിപ്പ് ഫ്രം the Mercatus Center at George Mason University, Washington DC, USA, for my research paper. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് ഓൺ തിയററ്റിക്കൽ എൻറ്റിറ്റീസ് കോൾഡ് വൈറ്റ് ഹോൾസ്. വൈറ്റ് ഹോൾസിനെ കുറിച്ചുള്ള പ്രബന്ധത്തിൻ്റെ ഗവേഷണത്തിന് വേണ്ടി ജോർജ് മേസൺ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കൊടുത്തു എന്നാണ് പറയുന്നത്. ദിസ് ഓപ്പർച്യൂണിറ്റി വാസ് ഗൈഡഡ് ബൈ ഡോക്ടർ ശ്രുതി രാജഗോപാലൻ, സീനിയർ റിസർച്ച് ഫെലോ അറ്റ് ദ Mercatus Center. By the way, her specialty is in economics, not in theoretical physics or mathematics, who holds a PhD in economics. അത് അതിൽ തന്നെ പറയുന്നുണ്ട്. For George Mason University, I am deeply interested in exploring scientific concepts and understanding how research can help us uncover new ideas about our universe. ഇത് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പയ്യൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലാണ്. യൂട്യൂബ് പ്രൊഫൈലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. അതേസമയം വെരി ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പോൾ കാണുന്ന, ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ, ഇപ്പം എന്നെ മറച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. I am Habel Anwar, a class 8 student. This is the new profile at Al Harmain English School and an independent researcher with a deep focus on theoretical astrophysics. My current work explores the concept of white holes and their theoretical implications. ഗ്രാൻഡ് കിട്ടിയതും റിസർച്ചിനെ പറ്റിയൊന്നുമില്ല. ഐ എം പാഷനറ്റ് അബൌട്ട് സയൻറ്റിഫിക് ഇൻക്വയറി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നത്? വൈ വാസ് ദിസ് ചേഞ്ച്ഡ്? എന്തുകൊണ്ടായിരിക്കാം ഇത് മാറ്റം വരുത്തേണ്ട കാര്യം വന്നത്? അല്ല, പല കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അന്ന് എഴുതിയത് കുറച്ചുകൂടെ അത് വളരെ ക്രിട്ടിക്കലായിട്ട് ആളുകൾ അനലൈസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് മാറ്റിയതാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാര്യം സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അക്കാഡമിക് എക്സലൻസിന് അല്ലേ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, തെറ്റാണെങ്കിൽ പുള്ളിക്ക് തന്നെ കമൻറ്റ് ചെയ്യുകയോ തിരുത്തുകയൊക്കെ ചെയ്യാം, ഒരു എയ്ഡാണ്, ഒരു അല്ലേ, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷണൽ എയ്ഡ്. അതായത് ഇപ്പോൾ ഫിസിക്സ് ഒളിമ്പിയാഡിന് അല്ലെങ്കിൽ മാത്ത് ഒളിമ്പിയാഡിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് ഒരു എയ്ഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് മാത്രമല്ല, ഈ എയ്ഡിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെ 10-13 പേർക്കോളം 116 പേർക്ക് ഈ എയ്ഡ് ഇന്ത്യയിൽ മാത്രം. അപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് ഈ കുട്ടി. പ്രോബബ്ലി ഇദ്ദേഹത്തിന്റെ പ്രായം ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ ആളിന് നല്ലൊരു എയ്ഡ് കിട്ടും. നല്ല കാര്യമാണ്. ഫിസിക്സ് ഒളിമ്പിയാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി എയ്ഡ് മെറ്റീരിയൽ ആവശ്യപ്പെട്ടു, എയ്ഡിന്റെ ഫണ്ടിങ് ആവശ്യപ്പെട്ടു, അത് ആ കുട്ടിക്ക് ലഭിച്ചു. പക്ഷേ ദിസ് ഇസ് നോട്ട് എയ്ഡ്. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ആസ്ട്രോഫിസിക്സിൽ റിസർച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സാമാന്യ അല്പമെങ്കിലും ഈ ആസ്ട്രോഫിസിക്സിൻ്റെ റിസർച്ച് ഫെസിലിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒരു എയ്ഡ്, പ്രോബബ്ലി സബ്സ്ക്രിപ്ഷൻസും റിസർച്ച് പേപ്പേഴ്സ് വായിക്കാൻ വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻസ്, പുസ്തകങ്ങളും മെറ്റീരിയൽസ് വാങ്ങാനും അതിനൊക്കെ ആയിരിക്കാം. പ്രോബ്ലി ഈവൻ എ ടെലസ്കോപ്പ്, ഒരുപാട് അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒബ്സർവേഷണൽ ആസ്ട്രോണമിയെക്കാളും കൂടുതൽ തിയറിറ്റിക്കൽ ഫിസിക്സിനകത്തോട്ട് ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ടെലസ്കോപ്പും ആയിരിക്കില്ല കൂടുതലും. അല്ല, കാര്യം ഒബ്സർവേഷണൽ ആസ്ട്രോണമിയായിട്ട് കറക്റ്റ്, ഒബ്സർവേഷണൽ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ആകാശ നിരീക്ഷണം നടത്തുന്ന ആളുകളുടെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ടെലസ്കോപ്പ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്സ് ആണ്. ഇത് പ്യൂർലി 100%, 99% മാത്തമാറ്റിക്സ് ആണ്. അതേസമയം ഇദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ പ്രൊവൈസസ് ഈ ഒരു കുട്ടിയുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റീസിനെ കുറിച്ചോ ഈ പല ഇന്റർവ്യൂസിലും കാണുമ്പോൾ മാത്സിനെ കുറിച്ചും ഈ തിയററ്റിക്കൽ ഫിസിക്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ മാത്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അതിൽ എവിടെയെങ്കിലും എക്വേഷൻസിനെ പറ്റിയോ ഇതിന്റെ പ്രോബ്ലം സോൾവിങ്ങിനോ ഡെറിവേഷൻസിനെ കുറിച്ചോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പുള്ളി പറയുന്നതെല്ലാം തന്നെ ഈ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള വൈറ്റ് ഹോൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഹൈപ്പോത്തസിസ് ആവാൻ പോലുമുള്ള സാധ്യത. അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ഈ വൈറ്റ് ഹോൾസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താണ് വൈറ്റ് ഹോൾസ് എന്ന് ഒരുപക്ഷെ കൃത്യമായി അറിഞ്ഞുകൊള്ളുന്നില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് ഹോളുകൾ എന്താണെന്നുള്ളതാണ്. ബ്ലാക്ക് ഹോളുകൾക്ക് നമുക്ക് ഒബ്സർവേഷണൽ എവിഡൻസ് തന്നെയുണ്ട്. അതായത് നമ്മൾ ഒബ്സർവേഷനിലൂടെ ബ്ലാക്ക് ഹോളുകളെ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാനുള്ള പ്ലോസിബിൾ മെക്കാനിസം എന്താണ്, എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. വലിയ ഭീമാകാരനായിട്ടുള്ള അല്ലെങ്കിൽ കൂറ്റൻ നക്ഷത്രങ്ങളുടെ ഏറ്റവും അവസാനം സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന, അതായത് വളരെയധികം ഗ്രാവിറ്റി കൂടിയ ഒരു സംഗതിയാണ് ബ്ലാക്ക് ഹോൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഏതൊരു വസ്തുവിനെയും അതിൻ്റെ ശ്വാർഷിയൽ റേഡിയസ് എന്ന് പറയുന്ന റേഡിയസിനകത്തേക്ക് ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഹോളായി മാറും എന്നുള്ളത് നമുക്കറിയാം. ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് അതിൻ്റെ പ്രധാന കാര്യം. അതിനകത്തുള്ള ഫീൽഡ് ഇക്വേഷൻസ് വെച്ചിട്ട് ടൈം റിവേഴ്സൽ നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, അതായത് ഒന്നും ലൈറ്റ് പോലും അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോലും പുറത്ത് പോകാത്ത, ഈവൻ ഹൊറൈസണിന് പുറത്തേക്ക് ഒന്നും പോകാത്ത ഒരു വസ്തുവാണ് ബ്ലാക്ക് ഹോളെങ്കിൽ, അതുപോലെ തന്നെ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വൈറ്റ് ഹോൾ ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു സങ്കല്പം. ഇപ്പോൾ പേപ്പറിൽ മാത്സ് എഴുതി ചെയ്യുന്നതും ഫിസിക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫിസിക്സിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മാത്സ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഒബ്സർവേഷൻസ് ഉണ്ടാക്കാനും പ്രെഡിക്ഷൻസ് നടത്താനും എല്ലാം പറ്റും. പക്ഷേ എല്ലാ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു ഫിസിക്കലായിട്ടൊരു സാധനം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഈ വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലി പേപ്പറിൽ കാണാമെങ്കിലും നമുക്ക് ഇന്ന് വരെ ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, വൈറ്റ് ഹോളിൻ്റെ ഒരു സാധ്യതയെ പറ്റി പോലും നമുക്ക് സ്പെക്കുലേഷൻസ് അല്ലാതെ, സ്പെക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഊഹാപോഹങ്ങളുടെ തന്നെ ഏറ്റവും എന്താ പറയണേ, ഒരു വൈൽഡായിട്ടൊക്കെ ഉള്ള സാധനത്തിനകത്ത് മാത്രം കുറേ വൈറ്റ് ഹോളിൻ്റെ കാര്യം പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് വൈറ്റ് ഹോളിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സംഗതിയാണെന്നുള്ളതാണ് ഇതിനകത്തുള്ള സത്യം. അതായത് ഈ ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസിൻ്റെ അകത്ത് ടൈം റിവേഴ്സൽ നടത്തുമ്പോൾ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വൈറ്റ് ഹോൾ. തൽക്കാലത്തേക്ക് അതിനകത്ത് വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ഈ കുട്ടി അതിനകത്താണ് താല്പര്യം കാണിക്കുന്നത്.
ഈ വന്നിരുന്ന ചാനലിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലാണ് ഈ UA എന്ന് പറയുന്ന ചാനൽ. ഈ UA ചാനലാണ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയെ, ഈ ബാലനെ ഇത്രമാത്രം അവഹേളിക്കാൻ ഒരു വക ഒരുക്കി കൊടുത്ത ചാനൽ എന്ന് പറയാനുള്ള കാര്യം. അതുവരെയും ഈ കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ബാലൻ പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ലേണിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് പല കാര്യങ്ങളും പറയുന്നതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ UA ചാനലിനെ ഇതിനെ സത്യം പറഞ്ഞാൽ ഒരു വെപ്പണൈസേഷനാണ് അവിടെ ചെയ്തത്. അതിനൊരു ആയുധവൽക്കരണം നടത്തി നിരീശ്വരവാദികളെ അടിക്കാൻ ഇതൊരു നല്ലൊരു ഉപാധിയായിരിക്കില്ലേ എന്ന് കരുതിയിട്ട് പുള്ളി ഒരുപാട് സാധനങ്ങൾ ഈ ഈ പയ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അല്ല, അത് അവിടെ എനിക്ക് ലെറ്റ് മീ വാൺ യു, ഒരു കാര്യം കൂടെ ഉണ്ട്. മിക്കവാറും ഈ പയ്യൻ ശരിക്കും ഫിസിക്സിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവൻ കൂടുതൽ പഠിക്കാൻ ഇടയാവുകയാണെന്നുണ്ടെങ്കിൽ, എന്നെങ്കിലും ഒരു കാലത്ത് അവൻ ഒരു എയ്ത്തിയിസ്റ്റിക് പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UA ചാനൽ ഇതുപോലെ അവനെ കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഇതേ രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യണം. കാര്യം ഇവൻ പോകുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ 2 പോസിബിലിറ്റീസ്. ഒന്ന്, പൂർണ്ണമായും മതത്തിലേക്ക് ചുരുങ്ങും. മതത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് ഒരു ന്യായീകരണ ഫാക്ടറി അബ്ദുള്ള ബാസിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ന്യായീകരണ ഫാക്ടറി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ നേരെ ഡയമെട്രിക്കലി ഒപ്പോസിറ്റ് ആയിട്ട് UV ഈ അൺമാസ്കിംഗ് എത്തീസ്റ്റ് അല്ലല്ല അൺമാസ്കിംഗ് അനോമലീസ്. ആദ്യം അവരുടെ പേര് അൺമാസ്കിംഗ് എത്തീസ്റ്റ് ആയിരുന്നു. കാരണം അൺമാസ്കിംഗ് എത്തീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എത്തീസ്റ്റ് എല്ലാം കൂടി കയറിയിട്ട് ചാമ്പ്യതോടുകൂടി പിന്നെ അനോമലീസ് ആയി. മലയാളിക്ക് അനോമലി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവരുടെ മുഖത്തോട്ടാണ് ഈ അനോമലി എന്നുള്ള വാക്കെടുത്ത് ഇവൻ എടുത്തിട്ടത്. അപ്പോൾ ബാസിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പയ്യനെ ഏറ്റവും കൂടുതൽ നാറ്റിച്ചത് അബ്ദുള്ള ബാസിലാണ്. കാരണം അതിനിടയ്ക്ക് ഇപ്പം ഫേസ്ബുക്കിൽ അബ്ദുള്ള ബാസിൽ കൈയൊഴിയുകയും ചെയ്തു. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ വശക്കേടുണ്ട്, വശപ്പിശക്കുണ്ട്, പേര് നാറും എന്നുള്ള. അല്ല, ഞാൻ ഇതിനകത്ത് ഈ ഹേബൽ അൻവർ എന്നുള്ള പേരാണ് പ്രശ്നം. ഈ ഹേബൽ അൻവർ എന്നുള്ള പേര് കണ്ടപ്പോൾ UA ടീമിന് ആരെയോ കിട്ടി എന്നുള്ള ഒരു അത്ഭുത ബാലനെ കിട്ടി. അത്ഭുതം. അതേസമയം ഒരു രാധാകൃഷ്ണൻ എന്നോ അല്ലെങ്കിൽ ഒരു സുബ്രഹ്മണ്യ പോറ്റി എന്നോ ഉള്ള പേരുള്ള ഒരു പയ്യനായിരുന്നു, അല്ലെങ്കിൽ ജോസഫ് ചാക്കോ അങ്ങനെയുള്ള പേരുള്ള ഒരു പയ്യനായിരുന്നെങ്കിൽ UA ടീമിന് ഒന്നും തോന്നൂല. കാരണം ഇതിനു മുമ്പ് ഗണപതിയെയും പരമശിവനുമായിട്ട് ക്രിക്കറ്റ് കളിച്ച ഒരു ബാലന്റെ ഒരു വാർത്ത നമ്മൾ കുറച്ച് മുമ്പ് കേട്ടായിരുന്നു. അപ്പോഴൊന്നും UA ടീം ഇതിനെ പൊക്കിക്കൊണ്ട് നടന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇന്റർവ്യൂവിൽ തന്നെ അബ്ദുള്ള ബാസിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സയന്റിസ്റ്റുകളെല്ലാം മതവാദികളായിരുന്നില്ല, അല്ലെങ്കിൽ മതവിശ്വാസികളായിരുന്നു. ജോർജ് ലെമെറ്റിയർ, ഗ്രഗർ മെൻഡൽ, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ദൈവമൊക്കെ സ്പിനോസാസ് ഗോഡ് ആണ്, അല്ലാതെ ഈ നമ്മൾ കാണുന്ന ഈ കോഴിക്കാലും ആ ദൈവമല്ല. അപ്പൊ ഈ ദൈവങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഈ നമ്മുടെ ഹബൽ അൻവർ ഇവരെല്ലാം ദൈവവിശ്വാസികളായിരുന്നു. അപ്പൊ ആ ദൈവങ്ങളെല്ലാം ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഏത് ഈ ക്രിസ്ത്യാനികളും യഹൂദരും ഹിന്ദുക്കളും എല്ലാം വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ഈ ദൈവങ്ങളെ ഇവർ വിശ്വസിക്കുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങേറ്റത്തെ ഷിർക്കാണ്. അത് ഇവരുടെ മതപ്രകാരം ബഹുദൈവ വിശ്വാസികളെ ഒഴിച്ചു നിർത്തുകയും കൊല്ലുകയും കല്ലെറിഞ്ഞല്ല ഇവരെയൊക്കെ രണ്ടാംകിട പൗരന്മാരാക്കണമെന്നാണ് ഇവരുടെ മതം പഠിപ്പിക്കുന്നത്. അപ്പം ഈ അങ്ങേയറ്റം ഈ വഹാബിസം പ്രചരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുള്ള ബാസിൽ എങ്ങനെയാണ് ഈ ബാലൻ ഇത് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്? അല്ല, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ബേസിലിന് ശരിക്കും ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ബേസിൽ വന്നത്? ഇപ്പോൾ ആ കുട്ടി ഫിസിക്സിൽ വൈറ്റ് ഹോൾസിനെ പറ്റിയും ഗ്രാവിറ്റേഷണൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയും ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു നല്ലൊരു ഫിസിസിസ്റ്റ് ഇല്ലേ എടുക്കാൻ? എന്തുകൊണ്ടാണ് കാസർഗോഡ്? എനിക്ക് അറിഞ്ഞൂടാ, ഒരു പേപ്പർ ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഈ 4 ജില്ലകളിൽ നിന്നും തിയററ്റിക്കൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതനെങ്കിലും അബ്ദുള്ള ബാസിലിന് ഈ ബാലന് ആരെങ്കിലും കാണുമായിരിക്കും. ലോകത്തിന്റെ പല ഭാഗത്തും പല ആൾക്കാരും 4 ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ വേണം. മുസ്ലിം നാമധാരി ആയിട്ടുള്ള 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വിശ്വാസിയെ കൊണ്ടുവന്നിരുന്നിട്ട് ഈ പയ്യനെ ഇന്റർവ്യൂ ചെയ്തൂടെ? അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അബ്ദുള്ള ബാസിലിന്റെ ഈ കൊക്ക ഏത്, കുളം ഏത്,
ഇത് ഏതാണെന്ന് അബ്ദുള്ള ബാസിലിന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ അബ്ദുള്ള ബാസിൽ ഇത് ഈ ചെറുക്കനെ കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി പെരളി ഉണ്ടായത്. ഈ നമ്മൾ ഈ വെളിച്ചപ്പാടിന്റെ തുള്ളൽ പോലെയാണ് അബ്ദുള്ള ബാസിന്റെ പ്രകടനം. അല്ല ഇതിനകത്ത് അല്ല എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഫിസിക്സിനകത്ത് താല്പര്യമുള്ള ഒരാളെ അയാളുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ ഈ സയൻസ് കൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇവർ അവനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യം ഈ എന്താ പറയുക പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചിട്ടോ പടച്ചവനെ കുറിച്ചിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ. അതല്ലല്ലോ അവനോട് ചോദിക്കേണ്ടത്. ഈ വൈറ്റ് ഹോൾസിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ തിയററ്റിക്കൽ റെയിലിനകത്ത് എന്താണ് ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി ഒരൊറ്റ പേപ്പർ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതിയിരുന്നത് പോലെയല്ല. അതിനകത്ത് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പിയർ റിവ്യൂഡ് പ്രോസസ്സുണ്ട്. ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ അതിനെ ആദ്യം നോക്കും. അത് നോക്കിയതിന് ശേഷം ഒരു അതേ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് സെയിം അതേ നിലവാരത്തിലുള്ള ആളുകളെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിച്ച് ആ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ, നല്ല ജേർണലാണെന്നുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ, അങ്ങനെ അത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇനി പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റോ റെസീറ്റോ കിട്ടിയാൽ അത് ഉടനെ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തെന്ന് പറയേണ്ടി വരും. അവിടെ കൊടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ റിവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പബ്ലിഷായി എന്ന് പറയുമ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈവൻ പേ വാളിന് അപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അബ്സ്ട്രാക്റ്റ് എങ്കിലും വായിച്ചു നോക്കാം. അല്ലാതെ സീക്രട്ട് ആയിട്ടല്ല പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. മാത്രമല്ല, ടു ബി ഫെയർ, ഈ ഹബൽ അൻവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അത് ചില ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ പല ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കമന്റുകളിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അബ്ദുൽ കലാം, പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ പോലെ ഒരു വലിയ ശാസ്ത്രജ്ഞനായി വരട്ടെ. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരു നൊബേൽ ലോറേറ്റ് ഫിസിക്സിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന CV രാമൻ, ഡോക്ടർ ചന്ദ്രശേഖർ, അതുപോലെ കേരളത്തിൽ നിന്ന് ഒരു ഫിസിക്സിൽ നൊബേൽ ലോറേറ്റ്, അതും ഇങ്ങനെ ഒരു ബാലൻ ഉണ്ടാകുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് അഭിമാനമാണ് അതാണെങ്കിൽ. അതെ, 100% എനിക്ക് ഹാബൽ അൻവറിനെ സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം ഒരു ഫിസിക്സ് നമ്മൾ പൊതുവേദിയിൽ വിളിച്ചിട്ട് പുള്ളിയെ അനുമോദിക്കുമല്ലോ, പുള്ളിയുടെ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ടോക്ക് നടത്തുമല്ലോ. ഇവിടെ പ്രശ്നം നടന്നിരിക്കുന്നത് ഈ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഒരു, അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഗ്രാജുവേറ്റ് ആണ്, അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഒരു പയ്യനെ ഉപയോഗിച്ച്, ഈ ഒരു കൊച്ചു കുട്ടിയെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ദൈവത്തെയും ഇസ്ലാമിൻ്റെ അള്ളാഹുവിനെയും പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വെപ്പണൈസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ അയാൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, യുക്തിവാദികൾ പറയുന്ന കാര്യങ്ങളെ പറ്റിയും ഏത്തീസ്റ്റുകൾ എന്തിനാണ് ഈ കുട്ടിയെ കരുവാക്കുന്നത്, എന്തിനാണ് ഈ കുട്ടിയെ ഒരു കുട്ടിയെ എന്തിനാണ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇത് തന്നെയല്ലേ ഹമാസ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ പാലസ്തീനിലുള്ള ഈ തീവ്രവാദികൾ കുട്ടികളെ മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യുന്നത്? അതാണ് ഈ അബ്ദുള്ള ബാസിൽ ഇവിടെ കാണിച്ചത്. ആ ലെവലിലേക്ക് ഈ മനുഷ്യൻ തരം താണു എന്നുള്ളത്. എന്നിട്ട് നാറി എന്നറിഞ്ഞപ്പോഴത്തേക്കും, നാറി കംപ്ലീറ്റ് പണ്ടാരടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല, പീലാത്തോസ് ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം കൈ കഴുകുന്ന പോലത്തെ തരം താണ തെണ്ടിത്തരമാണ് ഈ മനുഷ്യൻ കാണിച്ചത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. അല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. കാര്യം ഈ അബ്ദുള്ള ബേസിൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും എനിക്ക് പേപ്പർ വായിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ്, അത് ഒരു വ്യക്തിഅധിക്ഷേപമായിട്ട് നിങ്ങൾ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അതേ കാര്യം ഞാൻ പറയട്ടെ, ഈ നേരത്തെ കൈപ്പള്ളി പറഞ്ഞ മെഡിക്കൽ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇന്റർമിറ്റൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും പുള്ളിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഇന്റർമിറ്റൻറ്റ് റെയിൻ, ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും വേണമെങ്കിൽ ഒന്നാണെന്ന് പുള്ളി വിചാരിക്കും. ആ ലെവലിലുള്ള വിവരം മാത്രമേ ഉള്ളൂ. കാര്യം ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെറ്റാ അനാലിസിസ് ആ പേപ്പർ വായിച്ച് മനസ്സിലാക്കാൻ, ജസ്റ്റ് അബ്സ്ട്രാക്റ്റ് പോലും മുഴുവൻ വായിക്കാനുള്ള കപ്പാസിറ്റിയോ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഈ UAE വരുന്ന എല്ലാ ടീമുകളും കേട്ടോ. ഞാൻ ആക്ച്വലി ഏതോ ഒരു എസൻസിൻ്റെ ഏതൊരു പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു, ബ്രെയിൻ സർജറിയാണ്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സർജറിക്കാണെന്ന് തോന്നുന്നു. ഞാൻ എന്തോ പറഞ്ഞതിനകത്ത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇവരൊരു റോസ്റ്റിംഗ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഡോക്ടറിനെ കൊണ്ടുവന്നു, ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടുവന്നു. ആ പീഡിയാട്രീഷ്യൻ ആണെങ്കിൽ
ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ വർക്കിംഗ് പോലും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇനി മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്തുണ്ടായിരുന്നതാണ്. അതായത് ഇപ്പോൾ DNA എന്താ പറയുക, ഇപ്പോൾ DNA കൊല്ലാൻ പറ്റിയ ഒരു സാധനം ഉപയോഗിച്ച് ക്രെയ്ഗ് വെൻഡർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ക്രെയ്ഗ് വെൻഡറിൻ്റെ എക്സ്പെരിമെൻ്റ് ആണെന്ന് ഇവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊരു മൈക്രോബയോളജിനെ കൊണ്ടുവന്നിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബയോ കെമിസ്ട്രിയോ ബയോടെക്നോളജിയോ ഇമ്മ്യൂണോളജിയോ ഒക്കെ പഠിച്ച ആരെങ്കിലും കൊണ്ടുവരുത്തി ചെയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ മാത്രമാണ്. ബാക്കി വേറെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന ഇൻറ്റൽ ഉപയോഗിച്ചിട്ട് ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് ചികിത്സിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇപ്പോൾ ഡോക്ടർ സിറിയ കാബി ഫിലിപ്സിനെ പോലെ ക്ലിനീഷ്യൻ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഉണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചികിത്സകരാണ്. നിങ്ങൾക്കിത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണം. ഈ കാര്യം എനിക്ക് ഈ ഓരോ UAയുടെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ സമയമില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളതൊന്ന് തൊടാത്തത്. പക്ഷേ ഈ വിഷയം എന്നപ്പോൾ അത് പറയേണ്ട കാര്യമുണ്ട്. കാര്യം അറ്റ്ലീസ്റ്റ് ഫിസിക്സിനകത്ത് അവഗാഹമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടായിരിക്കണമായിരുന്നു ഇവർ ഈ പറഞ്ഞ. തീർച്ചയായിട്ടും അതെനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഫാക്റ്റ് ഇത് നിവർത്തികെട്ടിട്ടാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ചില ആൾക്കാരെല്ലാം മതത്തെ നേരിട്ട് വിമർശിക്കാതെ നിരീശ്വരവാദികളായിട്ട് പോലും ശാസ്ത്രം മാത്രം പ്രചരിപ്പിക്കുന്ന, ശാസ്ത്രം ഫിസിക്സ് പർട്ടിക്കുലർലി പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വൈശാഖൻ തമ്പി പോലും ഈ പ്രതികരിച്ചതിൻ്റെ കാരണം വെച്ചാൽ, ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും ചിലർ കമൻറ്റുകളിൽ കൂടി വിശകലനം ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുകയുണ്ടായി. അതായത് സ്കൂളിൽ പോലും പോകേണ്ട ആവശ്യമില്ല, ഇന്നൊക്കെ സ്കൂളിൽ എന്താണ് കാര്യം, അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല, നോക്കൂ ഈ ബാലനെ നോക്കൂ. അപ്പം നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ, അല്ലെങ്കിൽ തന്നെ നമ്മളുടെയൊക്കെ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനിലും പോസ്റ്റ് ഡോക്കിലും ഒക്കെ കുട്ടികളുടെ ശതമാനം കേരളത്തിൽ നിന്ന് കുറഞ്ഞു വരുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ പോലും പോകണ്ട, സ്കൂളിൽ പോകുന്നത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് ഒരു കുട്ടി വന്ന് പറയും. ഫോർമൽ എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ കുട്ടി പറഞ്ഞതല്ല, ഈ കുട്ടി ഇങ്ങനെയാണ്, സ്കൂളിൽ പോയിട്ടില്ല, ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കുട്ടിയെ നോക്കൂ, അതുകൊണ്ട് എന്തിനാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നത് എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറയുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. കാരണം ഫൗണ്ടേഷൻ ഇല്ല. ഈ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ കെപ്ലേഴ്സ് ലോ അറിയില്ല, ഈ ഗോൾഡിലോക്ക് സോൺ എന്താണ് എന്ന് കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ്, ഈ പെരിഹിലിയനും അപ്പിഹിലിയനും തമ്മിലുള്ള 5 മില്യൺ കിലോമീറ്ററാണ് അതിൻ്റെ ഗ്യാപ്പ്. 5 മില്യൺ കിലോമീറ്റർ. അതായത് ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ഏറ്റവും സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഏറ്റവും ദൂരത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് 5 മില്യൺ കിലോമീറ്റേഴ്സ്. 5 മില്യൺ കിലോമീറ്റേഴ്സ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് വലിയ ദൂരത്തിലാണ് ഈ ഭൂമിയുടെ ആ ഒരു റേഞ്ച് ഓഫ് ഓർബിറ്റൽ പാത്ത്. അപ്പം ഇത്രയും റേഞ്ച് ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ ജീവൻ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ റേഞ്ച് നോക്കി പടച്ച തമ്പുരാൻ ഇത് ഈ ഓരോ ജീവനും മനുഷ്യനെയും ഇതിനെല്ലാം മണ്ണ് കുഴച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കൊള്ളാവുന്നുള്ള ഒരു ഗ്രഹം ഏതാണ്, കൊള്ളാവുന്നുള്ള ഭ്രമണപഥം, ഏറ്റവും നല്ല ഗോൾഡിലോക്സ് ഉള്ള ഒരു ഓർബിറ്റൽ പാത്തുള്ള ഒരു ഗ്രഹം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി മനുഷ്യനെ വെക്കുകയല്ല ചെയ്തത്. ഇത് നേരെ തിരിച്ചാണ്. ഇത് ഒരു തരം സർവൈവർഷിപ്പ് ബയസ് അല്ലെങ്കിൽ സർവൈവർഷിപ്പ് ഫാലസി അല്ല. ഇതിനു മുമ്പ് ഞാൻ ലൂസിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മീനിനെ ശ്വസിക്കാൻ പറ്റിയ രീതിയിൽ എന്തുകൊണ്ട് വെള്ളത്തിൽ തന്നെ മീനിനെ ഉണ്ടായില്ലേ എന്നാണ് തോന്നുന്നത്. മനുഷ്യൻ എന്തുകൊണ്ട് വെള്ളത്തിൽ പോകുമ്പോൾ ശ്വാസം മുട്ടി മരിച്ചു, നമ്മൾ കരയിലാണ്. അപ്പം നമ്മളെ കരയിൽ വേണ്ട രീതിയിലുണ്ടാക്കി, മീനിനെ വെള്ളത്തിൽ വേണ്ട രീതിയിൽ ഉണ്ടാക്കി. ഇതാണ് ഒരു സാധാരണ ഒരു ലോജിക് എന്ന് പറയുന്നത്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മൾ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിൽ ഇവോൾവ് ചെയ്യുന്നു. വെള്ളത്തിൽ ഇവോൾവ് ചെയ്യുമ്പോൾ, അതായത് എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, തിരിച്ചു പോയി എഞ്ചിനീയർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അവശേഷിപ്പിക്കുന്നുണ്ട്. വെള്ളത്തിൽ മീൻ ഇവോൾവ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ശ്വസിക്കാൻ പറ്റിയ ഗിൽസ് മാത്രമേ ഇവോൾവ് ചെയ്യുള്ളൂ. അവിടെ ലങ്സ് ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അല്ലെങ്കിൽ ലങ്സ് ഉണ്ടായാൽ ആ ജീവി അതിജീവിക്കില്ല, അത് മരിച്ചു പോകും, അത് ഇല്ലാതായി പോകും. അപ്പോൾ ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ മനുഷ്യൻ കരയിൽ ഇവോൾവ് ചെയ്ത ജീവി ആയതുകൊണ്ടാണ് നമുക്ക് ലങ്സ് ഉണ്ടായത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഫോർമൽ എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഈ കുട്ടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്.
നമ്മൾ എന്തിനാണ് എല്ലാ സബ്ജക്റ്റുകളും ഒരു കുട്ടിക്ക് ഇപ്പോൾ ആർട്സ്, മ്യൂസിക്, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ലാത്ത വിഷയങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചതിനകത്ത് വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നമുക്ക് ഐച്ഛികമായിട്ടൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ആദ്യം ഒരു കുട്ടി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ സ്കിൽസ് ഉണ്ട്. ഈ കുട്ടിയെ കണ്ടായിരുന്നു, വളരെ വളരെ സീരിയസ് ആയിട്ടാണ് ആ കുട്ടി ഇരിക്കുന്നത്. വളരെ എനിക്ക് കുറച്ച് അന്തർമുഖനായിട്ട് തോന്നി. ആയിരിക്കാം, അല്ലാതിരിക്കാം, എൻ്റെ ഒബ്സർവേഷൻ തെറ്റാവും. പക്ഷേ ദിസ് കിഡ് നീഡ്സ് ടു സോഷ്യലൈസ്. അവൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് കളിച്ച് വളരേണ്ടതായിട്ടുള്ള ഒരുപാട് ആശയമുണ്ട്. അതുവഴി അവൻ്റെ ബ്രെയിനിന് ഒരുപാട് ഡെവലപ്മെൻറ്റ് സംഭവിക്കും. അവന് പുതിയ ആശയങ്ങൾ കിട്ടും. അപ്പോൾ അവൻ പറയുന്ന പോലെ ചില കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇഷ്ടമുള്ളത് മാത്രം പഠിച്ച് ആദ്യമേ പോവുക എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ രീതിയേ അല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി മാത്തമാറ്റിക്സും അതുപോലെ കാൽക്കുലസ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്. കാൽക്കുലസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്ലാനറ്ററി മോഷനെക്കുറിച്ചും കെപ്ലേഴ്സ് ലോ പഠിച്ചിരിക്കണം, കെപ്ലേഴ്സ് ലോ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ എന്താണ് ഹബിൾസ് കോൺസ്റ്റൻറ്റ്, എങ്ങനെയാണ് ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ വിദൂരത്തുള്ള ഗാലക്സികൾ സഞ്ചരിക്കുന്ന ആ ഒരു വേഗത കൂടിക്കൂടി വരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിംഗുലാരിറ്റി, ഒരു പർട്ടിക്കുലർ അത് ഏതെങ്കിലും ഒരു പോയിൻ്റ് അല്ല, ഇതിനേക്കാളും ഒരു ചുരുങ്ങിയ ഒരു ചെറിയ ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് എനർജി ഉണ്ടായിരുന്ന ഒരു ബിന്ദുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഈ ഒബ്സർവേഷണൽ ആസ്ട്രോണമിയിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ബൈ ലുക്കിംഗ് അറ്റ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ഈ ഗാലക്സികൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടി പഠിച്ചിട്ടില്ല. എങ്ങനെ ഇതിന്റെ ഇക്വേഷൻസും ഡെറിവേഷൻസും വെറും മാത്തമാറ്റിക്സ് കൊണ്ട് അല്ലാതെ ഒബ്സർവേഷൻ. ആ കുട്ടി കുറച്ച് മാത്തമാറ്റിക്സും ഡെറിവേഷനും ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. ചില ഇക്വേഷന്റെ പേരുകൾ എഴുതുമ്പോഴാണ് പുള്ളിക്ക് ചില ഐഡിയാസ് വന്നതെന്നൊക്കെ പറയും. ഏത് പേപ്പർ, എവിടത്തെ പേപ്പർ, നമ്മളെയും കൂടി ഒന്ന് കാണിക്കൂ, ലോകത്തെ കാണിക്കൂ. അതെ. അപ്പോൾ ഈ നമുക്കറിയാം തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ പേപ്പറിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്പെരിമെൻ്റൽ ഫിസിക്സിന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. പലതും വളരെ ഹൈ എനർജി അല്ലെങ്കിൽ നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അതിന് പ്ലോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. നടക്കാനുള്ള സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ അത് വിട്ട് കളയുക എന്നുള്ളതാണ് പലപ്പോഴും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി കൂടുതൽ ഫിസിക്സ് പഠിക്കുകയും അതിനകത്ത് ഉയർന്ന ഈ ഫോർമൽ എഡ്യൂക്കേഷൻ വളരെ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ സോഷ്യൽ സ്കിൽസ് എങ്ങനെ ഈ കുട്ടി പഠിക്കും, ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, എപ്പം എങ്ങനെയാണ് വഴക്കുണ്ടാക്കിയും അതിൽ നിന്ന് റിസോൾവ് ചെയ്തും ഒക്കെയാണ് മനുഷ്യനുമായിട്ട് ഇടപെടുന്ന ആ ഒരു ശീലം. എനിക്ക് ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒരു ഈ വിധത്തിൽ ഒരു ഷോ പീസാക്കി, ഒരു സർക്കസ് ആക്കി നിങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കൂ. ഈ കുട്ടിയെ വളരാൻ വിടൂ. അതേസമയം ഇതുപോലുള്ള മതവാദികളിൽ നിന്നും ആ കുട്ടിയെ മാറ്റി നിർത്തൂ. കാരണം അബ്ദുള്ള ബാസിലുകൾ ഇനിയും ഉണ്ടാവും. ഇതുപോലുള്ള പല എന്താ പറയുക, റിലീജിയസ് പ്രോപ്പഗേറ്റേഴ്സ് അവർ വരും. അവർ ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇത് ആദ്യത്തെ കേസല്ല. 2009 ഹനാൻ ബിന്ത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, ഞാൻ വേണമെങ്കിൽ നോക്കി പറഞ്ഞുതരാം. ഇതേപോലെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആബ്സല്യൂട്ട് സീറോ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി ഡീബങ്ക് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിയെപ്പറ്റി ഇപ്പം നമുക്കൊന്നും അറിയില്ല. അതൊരു 100% ഹോക്സ് ആയിരുന്നു. അതും ഇതേ മുസ്ലിം കമ്മ്യൂണിറ്റി. ഹനാൻ ബിന്ത് ഹാഷിം, താങ്ക് യു. ഹനാൻ ബിന്ത് ഹാഷിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ നാസയിൽ നിന്നും ഗ്രാൻഡ് കിട്ടി, നാസയിൽ നിന്നും സർട്ടിഫിക്കേഷൻ കിട്ടി, ആസ്ട്രോഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇതിലെല്ലാം പുതിയ പുതിയ പേപ്പറുകൾ എഴുതുമെന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേർ ഇസ് ദിസ് ലിറ്റിൽ ഗേൾ നമുക്കറിയില്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തോ, പേപ്പറുകൾ വല്ലതും പബ്ലിഷ് ചെയ്തോ? കോഴിക്കോടുള്ള കുട്ടിയാണ്. കോഴിക്കോടുള്ള കുട്ടി. ഇത് തന്നെയാണ് ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഗള്ളിബിലിറ്റിയാണ്. ഈ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായ ഹയർ എഡ്യൂക്കേഷനിൽ ഇവരുടെ സ്ട്രൈഡ്സ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ട്രാക്ഷൻ കൂടുതലാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ അവർ തപ്പി നടക്കുകയാണ്. അപ്പോൾ കിട്ടുന്നതെല്ലാം വെറും ഇതുപോലത്തെ കേസുകളുമാണ്.
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഐ തിങ്ക് വി ഹാവ് കവേർഡ് മോസ്റ്റ് ഓഫ് ദ ഏരിയാസ്. യാ, അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമുള്ളൂ, ഈ കുട്ടി പഠിക്കാനുള്ള സമയത്ത് അത് പഠിക്കട്ടെ, അത് ഫിസിക്സിനകത്ത് വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇന്ത്യക്ക് പറ്റുമെങ്കിൽ ഒരു നോബൽ സമ്മാനം. ഐൻസ്റ്റൈനെ തിരുത്തി കുറിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള എല്ലാ അവസരവും സയൻസിലുണ്ട്. ഈ പല പുസ്തകങ്ങളും പോലെ തിരുത്തി കുറിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല സയൻസിനകത്തുള്ളത്. നിങ്ങൾക്ക് പറ്റും. ഓരോ പ്രാവശ്യം ഐൻസ്റ്റൈനെ തിരുത്താൻ ആളുകൾ ശ്രമിക്കുമ്പോഴും ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസിന് കൂടുതൽ എവിഡൻസ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്ക് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനെ തിരുത്താനുള്ള ഒരു അവസരം ഫിസിക്സിനകത്തുണ്ട്. അതിന് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. ഈ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ 8th ഗ്രാൻഡ് കിട്ടുന്നു. എന്തിനാണ്? കൂടുതൽ ഫിസിക്സിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഗ്രാൻഡ് കിട്ടുകയാണെങ്കിൽ അത് പഠിക്കട്ടെ. റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് ഐ വുഡ് ലവ് ടു റീഡ് ഹിസ് പേപ്പർ, നോ ഡൗട്ട്. അത് പബ്ലിഷ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതോ ഫിസിക്സ് ഇതിനകത്ത് പബ്ലിഷ് ചെയ്ത് എഡിറ്ററിന് കൊടുത്തിട്ടുണ്ട്. 2 3 7 8 മാസത്തിന് ശേഷം വരുന്നതാണ്. നമുക്ക് ആ പേപ്പർ വരുമ്പോൾ പേപ്പറിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനും, ആ പേപ്പർ നല്ല അടിപൊളി പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ആ കുട്ടിയെ പഠിക്കുന്ന സമയത്ത് വിളിച്ചുകൊണ്ട് പോയി നാട് നീളം നടത്തി പാകമെത്താത്ത ആ കുട്ടിയെ കൊണ്ട് നടന്ന് ഈ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ അതിനകത്ത് താഴെ ചെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അത് തെറ്റായിട്ടൊരു കാര്യം പറയുമ്പോൾ ആളുകൾ അതിനകത്ത് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടി ബാക്കിയുള്ളവരെ കിച്ചൺ ഫിസിക്സ് പറയുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. തിയററ്റിക്കൽ ഫിസിക്സിന് ബോട്ടിലും വെള്ളവും പോലെയുള്ള അനോളജീസ് കൊണ്ടുവരുന്നു. അതൊക്കെ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള പോപ്പുലർ സയൻസ് പുസ്തകങ്ങൾ വായിച്ച് സയൻസ് മനസ്സിലാക്കുന്നതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് ഇതിനോടകം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പേരെ ഇതുപോലെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടിക്ക് പഠിക്കാനും വളരാനുള്ള അവസരവും കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്ത കൈപ്പള്ളി ഇസ് ഓൾസോ അവൈലബിൾ ഇൻ കൈപ്സ് കഫേ ബൈ ദ വേ. അപ്പോൾ കൈപ്പള്ളിക്ക് പ്രത്യേകം നന്ദി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഡീബങ്ക് ചെയ്യുന്ന വീഡിയോസ് വരുന്നത്. And don't forget to like, share and subscribe and comment. Thank you. Bye.